അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാമിങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സംഭവം, ഒരു ചരിത്രം. വലിയ പണ്ഡിതനായിരുന്ന ധാരാളം ശിഷ്യന്മാർക്ക് കിതാബുകളൊക്കെ ഓതിക്കൊടുത്ത, ധാരാളം ശിഷ്യന്മാരെ ഹാഫീളീങ്ങളാക്കിയ, ഖുർആനുമായി ബന്ധപ്പെട്ട് നല്ല വിവരമുള്ള ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു ശിഷ്യൻ ആ ദർസിൽ പോയി ചേരുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ദർസിൽ പോയി ചേരുകയും ധാരാളം കുറേ കാലങ്ങൾ ആ ഉസ്താദിൻ്റെ അടുക്കൽ വേണ്ടതുപോലെ ഇൽമു പഠിക്കുകയും ഉസ്താദ് നല്ല നിലക്ക് ആ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയും ഖുർആനിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹിഫ്ദും മറ്റുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയും അവസാനമായി ആ കുട്ടിയുടെ പഠനം പൂർത്തിയായപ്പോൾ ഉസ്താദിൻ്റെ ആ ദർസിൽ നിന്ന് വിട്ട് ആ കുട്ടി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആ നാട് മൊത്തം ഷിയ ആശയക്കാരാണ്, പുത്തൻ ആശയക്കാരാണ്. അങ്ങനെ ആ നാട്ടുകാരൊക്കെയും ഈ കുട്ടി നല്ല ഇൽമു പഠിച്ച് വന്നവനാണെന്നും ധാരാളം ഹിഫ്ദുണ്ടെന്നും നല്ല നിലക്ക് ഖുർആൻ ഓതാൻ അറിയാമെന്നും ഇതൊക്കെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട്, കുട്ടിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ആ നാട്ടുകാരും ആ കുടുംബക്കാരും ആ കുട്ടിയോട് പറഞ്ഞു, നീ നല്ല ഉഷാറായിട്ടുണ്ട്, ധാരാളം ഖുർആൻ ഓതാൻ അറിയാം, നിനക്ക് ധാരാളം ഖുർആനുമായി ബന്ധപ്പെട്ട് നിനക്ക് എല്ലാ വിഷയത്തിലെ നിന്റെ ഇൽമിനെ കുറിച്ച് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഷിയ ആശയക്കാരാണ്, പക്ഷെ നിന്റെ ഉസ്താദ് സുന്നിയാണല്ലോ, അതുകൊണ്ട് നീയും സുന്നിയായതിൽ നമുക്ക് വിഷമമുണ്ട്, നീ അങ്ങനെ ആയിപ്പോയല്ലോ എന്നതിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് ആ നാട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോട് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല ഇല്ല, എൻ്റെ ആശയം നിങ്ങളതുപോലെ തന്നെയാണ്. ഞാൻ അവിടെ പോയി ഒന്ന് പഠിച്ചു എന്നല്ലാതെ, ആ ഉസ്താദിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു എന്നല്ലാതെ ഉസ്താദിനെ ഞാൻ എപ്പോഴോ വൈവാക്കിയിട്ടുണ്ട്, ഉസ്താദിനെ ഞാൻ ഒരിക്കലും പിൻപറ്റുന്നില്ല എന്നുള്ള ഒരു ധിക്കാരത്തിൻ്റെ വാക്ക് ആ കുട്ടി, ആ മുതഅല്ലിം, ആ ശിഷ്യൻ അവിടെ നിന്ന് പറയാൻ തുടങ്ങി, അങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇയാൾ വലിയ ഇൽമുള്ളവനാണ്, അവർക്കൊക്കെ നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷമായി. അപ്പൊ നമ്മളെ ഈ ആശയം പ്രചരിപ്പിക്കാൻ ഒരാളെ കിട്ടിയെന്ന സന്തോഷത്തിലായിരുന്നു ആ നാട്ടുകാരും കുടുംബക്കാർ. അങ്ങനെ ഈ വിഷയം തൻ്റെ ഉസ്താദിന് വിവരം കിട്ടി. അതായത് തൻ്റെ ഒരു ശിഷ്യൻ നമ്മൾ വിശ്വസിക്കുന്ന ഈ സുന്നി ആശയത്തിൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ എൻ്റെ പൊരുത്തമില്ലാതെ എന്നെ എതിരിലായിട്ട് അദ്ദേഹം ദീനീ പ്രചാരണം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ആ ഉസ്താദ് അവിടെ നിന്ന് തൻ്റെ ശിഷ്യന്മാരൊക്കെയും ഒരുമിച്ച് കൂട്ടി, വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട വിഷയമാണ്. അവിടെ നിന്ന് പറഞ്ഞു, തൻ്റെ ശിഷ്യനെ, അങ്ങനെ ഒന്ന് തെറ്റിപ്പോയ ശിഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അതെ, ഞാൻ അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധം ഇതോടുകൂടി ഞാൻ മുറിച്ചിരിക്കുന്നു എന്ന് പറയലോടുകൂടെ അത്ഭുതം, സുബ്ഹാനല്ലാഹ്, ആ ശിഷ്യന്റെ എല്ലാ ഇൽമും അതോടുകൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അന്നുവരെ ഖുർആൻ നല്ല നിലക്ക് ഹിഫ്ളുള്ള, നല്ല നിലക്ക് ഖുർആൻ ഓതാൻ അറിയാനുള്ള, നല്ല നിലക്ക് കിതാബും മറ്റുള്ള വിഷയങ്ങളൊക്കെ വിവരമുള്ള അദ്ദേഹത്തിലേക്ക് പിന്നീടും ഒന്നും കിട്ടുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, ആരോട് മുമ്പിൽ പോയി ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇത് വല്ലാത്ത വേജാരിലായിപ്പോയി. അങ്ങനെ ഇമാമിങ്ങളൊക്കെ പറയുന്നുണ്ട്, പിന്നീട് ആ ശിഷ്യൻ ആ ഉസ്താദിന്റെ അടുക്കൽ വന്ന് പൊരുത്തം ചോദിച്ചു എന്നൊക്കെ. എന്തിനാണ് ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, അതേ, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതേ, നമ്മളെവരും ഇൽമു പഠിച്ച് നമ്മൾ കുറച്ച് ഉഷാറാകുമ്പോഴേക്ക് പിന്നീട് നമ്മൾ ആ ഉസ്താദിനെ മറന്നുപോവുകയാണ്. എനിക്ക് ആ ഉസ്താദിന്റെ പൊരുത്തൊന്നും ആവശ്യമില്ല എന്ന് നാം ചിന്തിക്കുകയാണ്. ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടുകയില്ല. ചെറിയ ഇൽമു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഉസ്താദിനെ നാം ബഹുമാനിക്കൽ നമ്മുടെ കടപ്പാടാണ്. അവരെ ധിക്കരിച്ച് നാം ഇവിടെ എന്തു നടത്തിയാലും അതിലൊന്നും ഫലമുണ്ടാവൂല. അള്ളാഹു തിരിച്ചടിക്കും, അള്ളാഹു അതിലൊരു ബറക്കത്തും നൽകൂല. അതെ, നമ്മൾ ഉയരണമെങ്കിൽ, നമ്മൾ വലിയ വലിയ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ, അതെ, നമുക്ക് പൊരുത്തം നൽകുന്നവരുടെ പൊരുത്തം കിട്ടിയാലേ അത് നടക്കുകയുള്ളൂ. അതേ സമയത്ത് മാതാപിതാക്കളാകട്ടെ, ഉസ്താദുമാറാവട്ടെ, മറ്റുള്ള ആരുമാകട്ടെ, ആരെല്ലാം പൊരുത്തം കിട്ടൽ നമുക്ക് ബാധ്യതയുണ്ടോ
അവരുടെ പൊരുത്തം കിട്ടിയാലേ നമ്മൾ വിജയിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ള വലിയൊരു സൂചനയാണ് മഹാന്മാർ ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെയും ആരെല്ലാം പൊരുത്തം കിട്ടേണ്ടതുണ്ടോ അവരുടെ എല്ലാവരുടെ പൊരുത്തത്തിനായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.